ഹലോ. ഹലോ. മേഡം നമസ്കാരം. എന്റെ പേര് ദിവ്യ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ. മേഡം നോക്കുന്നുണ്ടോ? വിവാഹം നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് മാഡം. നമുക്ക് നിങ്ങൾ ഒരു ഡിമാൻഡ് പറയുമല്ലോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അതിനനുസരിച്ചുള്ളവർ വന്നാൽ മാത്രമേ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ. നമ്മൾ അങ്ങനെയാണ്. ഞാൻ ജോഡി ആപ്പിൽ ചെയ്തായിരുന്നു കേട്ടോ മേഡം. അന്നേരമാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് നമുക്ക് നമ്മളോട് ചിലപ്പോ ഇങ്ങനെയാണ് വീട്ടിലെ കാര്യ സാഹചര്യം അവര് നമ്മൾ പറയും. നമ്മളും അവരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് ചുമ്മാ രാത്രിയിൽ വിളിച്ച് വൃത്തികേടായ മെസ്സേജുകളും അങ്ങനെ വിടുന്നു. അതുകൊണ്ട് ഞാൻ ആ സാധനം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഓക്കെ മാഡം. ഇപ്പൊ ഞാനിപ്പോ എന്താണെന്നുണ്ടെങ്കിലേ, ഉണ്ടായത് കൊണ്ടാട്ടോ ഞാൻ തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനിപ്പോ ഒരു വ്യക്തിക്ക് നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ച് ഞാൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫോട്ടോ, അവരുടെ ബയോഡാറ്റ പ്ലസ് അവരുടെ ID കാർഡ്, ഏതെങ്കിലും ഒരു ID പ്രൂഫ് നമ്മൾ മേടിച്ചിട്ടേ നമ്പർ കൊടുക്കുള്ളൂ. അങ്ങനെ ശ്രീമാരി മാട്രിമോണി, എന്റെ മാട്രിമോണിയുടെ പേര് ശ്രീമാരി എന്നാണ്. ശ്രീമാരി മാട്രിമോണി എന്ന് മാഡത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മെസ്സേജോ മോശമായിട്ടുള്ള സംസാരമോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ അടക്കം എൻ്റെ അടുത്ത് പറയാം. ഞാൻ അവരുടെ പേരിൽ ആക്ഷൻ എടുക്കും. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാഡത്തിന് എന്ത് ഇഷ്യൂ വന്നാലും എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട്, ഈ നമ്പറിൽ വാട്സപ്പും ഉണ്ട്, ഈ നമ്പറുണ്ട്. അപ്പൊ ഇതിൽ കോൺടാക്ട് ചെയ്തിട്ട് മാഡത്തിന് പറയാം. ഓക്കെ. അപ്പൊ 38 വയസ്സ്, പരവൻ യുവതി അല്ലേ? ഓക്കെ. ഒരു കുട്ടിയുണ്ട് അല്ലേ? എത്ര വയസ്സായി കുട്ടിക്ക്? 13 വയസ്സായി. സ്ഥലം കോട്ടയം അല്ലേ? മാഡത്തിന് എത്ര വയസ്സ് വരെയുള്ള വരനെയാണ് നോക്കണേ? നമ്മളെക്കാൾ ഒരു 5-6 വയസ്സൊക്കെ, അത് കൂടുതൽ വേണ്ട. 5-6 വയസ്സ്. പരവൻ കാസ്റ്റ് മാത്രമാണോ നോക്കോ അതോ മറ്റുള്ള കാസ്റ്റ് നോക്കോ? നമ്മുടെ ഹിന്ദുവിൽ ഏതാണേലും കുഴപ്പമില്ല. കാരണം എനിക്ക് അമ്പലത്തിൽ പോണ അങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് ഹിന്ദു ഏതാണേലും കുഴപ്പമില്ല. നമ്മൾ ചോദിച്ചു വന്നെങ്കിൽ. പിന്നെ ഒരു കാര്യം മേഡം, ഞാൻ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് ഞങ്ങൾ താമസിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ ആളെ വേണം എനിക്ക്. എന്റെ കൊച്ചിനെ നോക്കണം. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ മതി. അല്ലെങ്കിൽ എനിക്ക് അപ്പൊ അവർക്ക് കുട്ടികളുള്ളതാവുമ്പോ ബുദ്ധിമുട്ടാവോ? ആർക്ക്? കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. ഓക്കെ. അതൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ? ഓക്കെ മാഡം. അപ്പൊ നമുക്ക് ഈ കോട്ടയം മാത്രമേ നോക്കുന്നുള്ളൂ അതോ മറ്റുള്ള ജില്ലകളിൽ നിന്നാണെങ്കിലും കുഴപ്പമുണ്ടാവോ? മറ്റുള്ള ജില്ലയിലെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ മാഡം. അപ്പൊ അങ്ങനെ ഒരാള് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാം, ഈ പറഞ്ഞ ഡിമാൻഡിനനുസരിച്ചുള്ളവര്. ഓക്കെ. ഓക്കെ മാഡം, താങ്ക് യു.